അസ്സലാമു സൂറത്തുൽ ബഖറയിൽ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ പാപികളോ അവരിൽ ആരുമാകട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടായിരിക്കും. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന ആയത്തിനെ കുറിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണം ആഗ്രഹിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ ഏത് മതക്കാരനായാലും അയാൾ അല്ലാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിച്ച് സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ അയാൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് തൃപ്തികരമായ വിശദീകരണമാണ് ചോദിച്ചിട്ടുള്ളത്. സഹോദരി, വിശദീകരിക്കാൻ എനിക്ക് പറ്റുള്ളൂ, തൃപ്തികരമാകുമോ എന്ന് തീരുമാനിക്കേണ്ടത് സഹോദരി. തീർച്ചയായും പരിശുദ്ധ ഖുർആനിലെ ഈ വചനം ഒരിക്കലല്ല, ഖുർആനിൽ 2 തവണ വന്നിട്ടുണ്ട്. വേറെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 63-ാമത്തെ വചനത്തിലും ഖുർആനിൽ തന്നെ സൂറത്തുൽ മാഇദയിൽ 5-ാമത്തെ അധ്യായത്തിലെ 69-ാമത്തെ വചനത്തിൽ നമ്മുടെ കാര്യം കാണാൻ കഴിയും. അവിടെ പരിശുദ്ധ ഖുർആൻ, ഞാൻ നേരത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഖുർആൻ എന്ത് പറയുന്നു എന്ന് കൃത്യമായി സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ഖുർആൻ ഈ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രംഗത്ത് വിശദീകരണം തീർച്ചയായും നമുക്ക് തൃപ്തികരമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് വിശേഷിച്ചും ക്രൈസ്തവർക്ക് മൊത്തത്തിലും ഒരു ധാരണയുണ്ടായിരുന്നു. യഹൂദന്മാർക്കുണ്ടായിരുന്ന ധാരണ, ആ യഹൂദ തറവാട്ടിൽ ജനിച്ച ആളുകൾക്കാണ് സ്വർഗലോകം അള്ളാഹു സംവരണം ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഇസ്രായേലിലെ മക്കൾക്കുള്ളതാണ് സ്വർഗം, അവർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. അതല്ലാത്തവർക്കൊന്നും തന്നെ രക്ഷയില്ല, സ്വർഗമില്ല, മോചനമില്ല. ഇതൊരു പ്രശ്നം. ക്രൈസ്തവർക്ക് മൊത്തത്തിലുണ്ടായിരുന്ന ചിന്ത, ക്രൈസ്തവ സമൂഹത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് രക്ഷ എന്നായിരുന്നു. അതല്ലെങ്കിൽ ആ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചാൽ രക്ഷയുണ്ട്, അല്ലെങ്കിലോ പുറത്തുള്ള ഒരാൾ ക്രൈസ്തവനായിത്തീരണം. ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചയാളോ അയാളുടെ പാപങ്ങളെല്ലാം ക്രിസ്തു ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്, അപ്പൊ അയാൾക്ക് രക്ഷയുണ്ട്. ഈ സിദ്ധാന്തങ്ങളെ ഖുർആൻ വിമർശിക്കുകയാണ്. ഇത് രണ്ടും ശരിയല്ല. ആരുടെയെങ്കിലും വിഭാഗമല്ല, ജന്മമല്ല ആളുടെ രക്ഷ നിർണയിക്കുന്നത്, മറിച്ച് വിശ്വാസവും കർമ്മവുമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത്. സഹോദരി തന്നെ സൂചിപ്പിച്ചതുപോലെ, യഹൂദനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും സാബിയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതല്ല, അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതാണ് അയാളുടെ സ്വർഗപ്രവേശത്തിന്റെ മാനദണ്ഡം. അയാളുടെ സ്വർഗപ്രവേശത്തിന്റെ മാനദണ്ഡം. അയാൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അയാൾ നഷ്ടം ഉണ്ടാവില്ല അയാൾക്ക്. അതെന്താ? ഇവിടെ വിശ്വാസവും കർമ്മവുമാണ് പറയുന്നത്. വിശ്വാസവും കർമ്മവും പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചുകൂടാത്തതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഇഷ്ടമുള്ള വിശ്വസിച്ചോട്ടെ എന്നല്ല, അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വിശ്വസിച്ചോട്ടെ എന്നല്ല, മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രവാചകന്മാർ എങ്ങനെ പരിചയപ്പെടുത്തിയോ അങ്ങനെ വിശ്വസിക്കണം. അപ്പോഴാണ് അള്ളാഹുവിലുള്ള വിശ്വാസമുള്ളൂ. ഇപ്പോൾ ലോകത്ത് ഒരുപാട് ആളുകൾ പല രൂപത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ പറയുന്ന എല്ലാ ദൈവസങ്കല്പവും ശരിയാണെന്നല്ല, മറിച്ച് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, അള്ളാഹു എന്താരാണ്? ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അവൻ എങ്ങനെയുള്ളവനാണോ അങ്ങനെ വിശ്വസിക്കണം. അതാണല്ലോ ഒരു അസ്തിത്വമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. സൃഷ്ടാവായ പുരാൻ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ അടുത്ത് എന്താ മാർഗമുള്ളൂ? പടച്ചവനിൽ നിന്ന് തന്നെയുള്ള വെളിപാടുകളെ മാർഗമുള്ളൂ. ആ വെളിപാടുകൾ അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അള്ളാഹു എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വെളിപാടുകളിൽ ഇന്നത്തെ അവസ്ഥയിൽ ബാക്കി നിൽക്കുന്നത്, മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായി ബാക്കി നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മാത്രമാണ്. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റായി
കളങ്കരഹിതമായി അള്ളാഹുവിനെ വിശ്വസിക്കണമെങ്കിൽ, അള്ളാഹുവിനെ അറിയണമെങ്കിൽ, പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അള്ളാഹുവിനെ അറിയണം. ആ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ ഉൾക്കൊള്ളണം, വിശ്വസിക്കണം. രണ്ടാമതായി പറഞ്ഞത് അവർ യൗമുൽ ആഖിറിൽ വിശ്വസിക്കണമെന്നാണ്. യൗമുൽ ആഖിറിലുള്ള വിശ്വാസവും അങ്ങനെ തന്നെ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണാനന്തര ജീവിതം തന്നെ ഇവിടെ തന്നെ പന്നിയും പട്ടിയും ചണ്ടാളനുമായി ജനിക്കലാണ് എന്നുള്ള വിശ്വാസമല്ല. മറിച്ച് മരണത്തിന് ശേഷം എന്താണോ ഉണ്ടാകാൻ പോകുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം. അതിനെക്കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് കിട്ടുന്ന പടച്ചവന്റെ നിന്നുള്ള വെളിപാടിൽ നിന്ന് മാത്രമാണ്. നേരത്തെ പറഞ്ഞത് ഇവിടെയും പ്രധാനപാട് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള വെളിപാട് ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. ഖുർആനും തിരുസുന്നത്തുമാകുന്ന വെളിപാടുകൾ ഉപയോഗിച്ച് മരണാനന്തര ജീവിതത്തിൽ കൃത്യമായി വിശ്വസിക്കുന്നയാളാണെങ്കിൽ അത് രണ്ടാമത്തത്. മൂന്നാമത്തേത് എന്താ? അമല സ്വാലിഹാത്ത് ചെയ്യുന്നവനാണ്. അത് നമ്മൾ മലയാളത്തിൽ അർത്ഥം കൊടുക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ. അമലും സ്വാലിഹാത്ത് എന്ന അറബി പദത്തിന്റെ പൂർണ്ണമായ അർത്ഥമാകുന്നില്ല സൽക്കർമ്മങ്ങൾ എന്നത്. അമലും സ്വാലിഹാത്ത് ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ 3 നിബന്ധനകൾ ഉണ്ടാകണം. ആ 3 നിബന്ധനകൾ പാലിക്കപ്പെടുന്ന കർമ്മം മാത്രമേ സൽക്കർമ്മമാകൂ. അതിൽ ഒന്നാമത്തെ നിബന്ധന സൽക്കർമ്മങ്ങളുടെ ഹൈറാർക്കി, അതിൽ ഏറ്റവും മുകളിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിനുശേഷമുള്ള കാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ഏത് സൽക്കർമ്മമാണെങ്കിലും അത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണമാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഏറ്റവും മുകളിലുള്ളത് പടച്ചവനോടുള്ള ഉത്തരവാദിത്വമാണ്. പടച്ചവനോടുള്ള ഉത്തരവാദിത്വം എന്താണ്? പടച്ചവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ആ പടച്ചവനെ മാത്രം ആരാധിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിന് താഴെയുള്ളത് എന്ത് നിർവഹിച്ചാലും പടച്ചവൻ അത് സൽക്കർമ്മമായി സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. അഥവാ സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം ചെയ്യാതെ അതിന് താഴെയുള്ള കാര്യങ്ങളെ ഒന്നും സൽക്കർമ്മമായി പരിഗണിക്കില്ല. ശക്തിപൂജ നടത്തുകയാണെങ്കിൽ ആ താഴെയുള്ള കർമ്മങ്ങളൊന്നും സൽക്കർമ്മമായി സ്വീകരിക്കില്ല എന്നാണ് അർത്ഥം. അതെന്താ അങ്ങനെ? തീർച്ചയായും അങ്ങനെയാണ്. നമുക്കെന്നറിയാം, നമ്മളുടെ എല്ലാം ഡീലിങ്സിൽ തന്നെ കർമ്മങ്ങളുടെ വിഷയത്തിൽ നമ്മളിതൊരു ക്രമം നിശ്ചയിക്കുന്ന ആളുകളാണ്. ആ ക്രമപ്രകാരം തന്നെ നമ്മൾ കർമ്മങ്ങൾ നമ്മൾ തന്നെ പരിഗണിക്കാറില്ല. ഉദാഹരണത്തിന് ഒരു സാമൂഹ്യ സേവകനായ മനുഷ്യനാണെന്ന് വിചാരിക്കുക. എല്ലാ നന്മകളിലും അയാൾ മുന്നിലുണ്ട്. ആ എല്ലാ നന്മകളിലും സമൂഹത്തിന് അറിയപ്പെടുന്ന എല്ലാ നന്മകളിലും അയാൾ മുന്നിലുണ്ട്. അങ്ങനെ അയാൾ സാമൂഹ്യ സേവകനാണ്, സോഷ്യൽ വർക്കറാണെന്നാണ് നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള അയാളുടെ വീട്ടിൽ അയാളോടൊപ്പം ഒരിക്കൽ സന്ദർശിക്കുന്നു നമ്മൾ. അപ്പൊ അയാളുടെ വീട്ടിൽ അയാളുടെ പിതാവ് രോഗിയായിട്ട് വീട്ടിൽ ഒരു ഇരുട്ടുമുറിയിലുണ്ട്. പിതാവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിതാവിനെ ഈ മകൻ പരിഗണിക്കുന്നില്ല. പിതാവിനോട് അയാൾ കയർക്കുന്നു. പിതാവ് കിടക്കുന്നിടത്ത് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം ചെയ്തിട്ടുണ്ട്. അവിടെ കിടക്കാൻ തന്നെ അയാളെ വിടുന്നു. അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നില്ല. അദ്ദേഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല. ഇപ്പൊ നമ്മളെന്താ പറയാ? ഇയാൾ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അയാൾ ഇതൊന്നും ചെയ്യാത്തത് ഒന്നും പ്രശ്നമല്ല എന്നാണോ നമ്മൾ പറയും? ഇയാളെന്ത് സോഷ്യൽ വർക്കറാ? എന്താ അച്ഛനെ നോക്കാത്ത ഇയാളാണോ സോഷ്യൽ വർക്കർ? ഇയാൾ ആദ്യം ചെയ്യേണ്ട അച്ഛനോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയും. എന്തേ കാര്യം? ഒന്നാമത് ചെയ്യേണ്ടത് ഒന്നാമത് ചെയ്യണം. ഉത്തരവാദിത്വങ്ങളിൽ അതിനൊരു ഹൈറാർക്കിയുണ്ട്. അവർ ചെയ്യാതെ താഴേക്ക് വന്നാൽ അത് സ്വീകാര്യമല്ല. ഇതേ രൂപത്തിൽ സൽക്കർമ്മങ്ങളുടെ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലുള്ളത് പടച്ചവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അത് ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ഒന്നും തന്നെ സൽക്കർമ്മങ്ങളായി പരിഗണിക്കില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. രണ്ടാമതായി ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, നേരത്തെ പടച്ചവനെ കുറിച്ച് പറഞ്ഞതുപോലെ യൗമുൽ ആഖിറിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അത് സൽക്കർമ്മമാണെന്ന് പടച്ചവൻ പഠിപ്പിച്ചതാകണം. പടച്ചവൻ പഠിപ്പിച്ചത് എങ്ങനെ നമുക്ക് മനസ്സിലാകും? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു തരണം. പ്രവാചകന്മാർ പറഞ്ഞു തന്നത് പടച്ചവന്റെ വചനങ്ങളായിട്ടുള്ളത് എന്ന് കൈകടത്തലുകൾ നടക്കാതെ ഇന്ന് നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും മാത്രമാണ്. അല്ലാത്തതിലല്ല മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെയാണ് സൽക്കർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരേ മാർഗമുള്ളൂ, ഖുർആനും തിരുസുന്നത്തും പരിശോധിക്കുക. അപ്പോൾ സൽക്കർമ്മം അനുഷ്ഠിക്കുക എന്നതിന്റെ രണ്ടാമത്തെ കാര്യം
ഖുർആനും തിരുസുന്നത്തും എന്തൊക്കെയാണോ സൽക്കർമ്മങ്ങളായി പറയുന്നത് അതെല്ലാം അനുഷ്ഠിക്കുക എന്നാണ്. ഇതെല്ലാമാണെങ്കിലും മൂന്നാമതൊരു നിബന്ധന കൂടിയുണ്ട്. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ടാകണം എന്നുള്ളതാണ് മൂന്നാമത്തേത്. പടച്ചവന്റെ തൃപ്തി മാത്രം. ഒരു നന്മ ചെയ്യുന്നു, പക്ഷേ ലക്ഷ്യം ആളുകളെ കാണലാണെങ്കിൽ, ഒരു നന്മ ചെയ്യുന്നു ലക്ഷ്യം ആളുകളുടെ കയ്യടിയാണെങ്കിൽ, ഒരു നന്മ ചെയ്യുന്നു അതിന്റെ ലക്ഷ്യം ആളുകളുടെ ഇടയിൽ നന്മ ചെയ്യുന്നവൻ അറിയപ്പെടലാണെങ്കിൽ, ഒരു നന്മ ചെയ്യുന്നു അതിന്റെ ലക്ഷ്യം ആളുകൾ ആ നന്മ ആർക്കു വേണ്ടിയാണോ ചെയ്തത് അയാൾ നമ്മുടെ മുന്നിൽ ഭവ്യതയോടുകൂടി നിൽക്കലാണെങ്കിൽ ഈ കർമ്മം സൽക്കർമ്മമല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ കർമ്മം നല്ലതാണ്, ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷേ അത് ചെയ്യുന്നത് ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്, ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പരിഗണിക്കപ്പെടേണ്ടതാണ്. ആ ഉദ്ദേശവും പടച്ചവന്റെ തൃപ്തി മാത്രമാണെങ്കിൽ മാത്രമാണത് സൽക്കർമ്മമാവുക. ഈ രൂപത്തിൽ സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ഇതാ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഖുർആൻ പറയുന്നത് ഒന്നാമതായി വിശ്വാസവും കർമ്മവുമാണ്, അല്ലാതെ ജന്മമല്ല, ജാതിയല്ല ആളുടെ രക്ഷ നിശ്ചയിക്കുന്നത് എന്നാണ്. വിശ്വാസത്തിൽ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കണം, വെറുതെ ഒരു ഇലാഹിൽ വിശ്വസിക്കണം എന്നല്ല. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു എങ്ങനെയുള്ളവനാണോ അങ്ങനെ അറിഞ്ഞ് വിശ്വസിക്കണം. അങ്ങനെ അറിയാൻ ഇന്ന് ഖുർആനും സുന്നത്തും മാത്രമേ മാർഗമുള്ളൂ. യൗമുൽ ആഖിറിൽ വിശ്വസിക്കണം, ആ യൗമുൽ ആഖിർ എങ്ങനെയുള്ളതാണോ അങ്ങനെ അറിഞ്ഞ് വിശ്വസിക്കണം. അതിനും ഇന്ന് ഖുർആനും സുന്നത്തും മാർഗമുള്ളൂ. മൂന്നാമതായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമതായി സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ ആരെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണം. രണ്ടാമതായി സൽക്കർമ്മങ്ങളായി ദൈവികമെന്ന് ഉറപ്പുള്ള വെളിപാടുകളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യണം. മൂന്നാമതായി ആ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു രൂപത്തിലും ഉള്ള മറ്റു ലക്ഷ്യങ്ങളില്ലാതെ സൃഷ്ടാവായ തമ്പുരാന്റെ മാത്രം തൃപ്തി കാക്ഷിച്ചുകൊണ്ടാകണം. ഇങ്ങനെ ആര് ചെയ്താലും അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഏത് ജാതിയായാലും അവരിഷ്ടമുള്ള പോലെ ജീവിച്ചാൽ അവർക്കെല്ലാം ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കർമ്മമാണ്, വിശ്വാസമാണ്, അല്ലാതെ ജന്മമോ വിഭാഗമോ അല്ല ഒരാളുടെ രക്ഷ നിശ്ചയിക്കുന്നത് എന്ന വളരെ വിലപ്പെട്ട ഒപ്പം തന്നെ